ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇപ്പം ഇന്നിങ്ങനെ രാവിലെ എണീറ്റപ്പോഴാണ് ആലോചിച്ചത് ഡേ ഇൻ മൈ ലൈഫ് ചെയ്താലോ എന്ന് ആലോചിച്ചു. നേരെ ഒന്ന് നോക്കിയുള്ള വീഡിയോ ഒന്നൊക്കെ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി. എൻ്റെ വോയിസ് ഓവറൊക്കെ ഞാൻ പിന്നെയാണ് ചെയ്യുന്നത്. അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാവിലെ എണീറ്റിട്ട് എല്ലാ ദിവസവും വൃത്തിയാക്കണ പോലെ എല്ലാം ക്ലീനാക്കി, എല്ലാം ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മടക്കി വെച്ച് കിടന്നതൊക്കെ വൃത്തിയാക്കി ഇതെല്ലാ ദിവസവും ചെയ്യുന്നതാണ്. വീഡിയോ എടുക്കുന്നത് മാത്രം ചെയ്യുന്നതാണെന്ന് വിചാരിക്കരുത്. എല്ലാ ദിവസവും ഇങ്ങനെയൊക്കെ തന്നെ എല്ലാം നീറ്റാക്കിയിട്ട് ഞാൻ ഫ്രഷ് ആകുമ്പോൾ എന്നിട്ട് നേരെ ഫ്രഷ് ആവാൻ കയറി ബ്രഷ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് കണ്ണാടി നോക്കി. എന്നിട്ട് പിന്നെ ഫേസ് വാഷൊക്കെ കഴിഞ്ഞിട്ട് ഇനി താഴോട്ട് പോകണം. താഴോട്ട് പോയാലേ എന്തെങ്കിലും കഴിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ എന്തൊക്കെയോ കാണിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇതിന് ഞാൻ എന്ത് പറയുമെന്ന് എനിക്കറിയത്തില്ല. കുറേ നേരമായി തുടയ്ക്കാൻ തുടങ്ങിയിട്ട്. എന്തായാലും താഴെ എത്തിയപ്പോൾ അമ്മയുടെ കയ്യിൽ നിന്ന് എന്തൊക്കെയോ കേട്ടു. പക്ഷെ ഞാൻ അതൊന്നും വീഡിയോയിൽ ആഡ് ചെയ്യുന്നില്ല. ഇപ്പം ഞാൻ ജാക്കിയല്ല തെറ്റിപ്പോയി. ജൂലി മോൾ ഇടയ്ക്കിടയ്ക്ക് ഷോർട്സിലൊക്കെ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ആകെ ഒരു ഷോർട്സ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. അതിൽ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇതാണ് ജൂലി മോൾ. ഞാനും ജൂലി മോളും ഭയങ്കര കമ്മിറ്റിയാണ്. എല്ലാ ദിവസവും ഞാൻ രാവിലെ എണീറ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നൊന്ന് തൊട്ടൊക്കെ ഒരു സമാധാനമുള്ളൂ. അവൾക്കും അതേ ഉള്ളൂ. എന്നെ കണ്ട അന്നേരം കിടന്ന് പോകാൻ തുടങ്ങും. ഹൈ ജമ്പിന് ചാടണ പോലെ കിടന്ന് ചാടുന്നു. എങ്കിൽ എന്തായാലും കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ട് അമ്മേൻ്റെ പുറകിന് പൊയ്ക്കൊണ്ടിരിക്കുക. അമ്മ പറഞ്ഞ് പോയി കുളിച്ചിട്ട് തന്നെ കഴിക്കാം. കാരണം എനിക്കിന്ന് വേറൊരു പണികളുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് പോയി കുളിച്ചു. വേറൊരു പണി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? അത് ഇന്ന് ജാക്കിൻ്റെ ഗ്രൂമിങ് ഡേ ആണ്. അപ്പം അതിനി പോകണം. പെട്ടെന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ട് വീഡിയോ എടുത്ത് കാണിക്കുന്നുണ്ട് എന്തൊക്കെയോ. അപ്പം നേരെ താഴെ വന്ന് ഫുഡ് കഴിക്കാനെടുത്തു. എന്നിട്ട് കഴിക്കുന്നതൊന്നും ഞാൻ കാണിക്കുന്നില്ല. പെട്ടെന്ന് റെഡി ആവാൻ പോകുന്നു. എന്നിട്ട് ഓടിപ്പോയി റെഡി ആയിട്ട് വേണം പോകുന്നത്. കാരണം ജാക്കിയും കൊണ്ട് അവർ പോയി. കാരണം അവർ വന്ന് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ആയിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് അവർ വന്ന് പിക്ക് ചെയ്തുകൊണ്ട് പോയി. അപ്പം ഇനി ഞാൻ കാറും എടുത്ത് ഇനി അങ്ങോട്ട് പോകണം. പെട്ടെന്ന് റെഡിയായി കാറും എടുത്തുകൊണ്ട് അങ്ങോട്ട് പോയി. ഇവിടെ ചെന്ന് നോക്കിയപ്പം ആരുമില്ല. രാവിലെ ആയതുകൊണ്ടായിരിക്കും ആരുമില്ല. അവനായിരുന്നു ഫസ്റ്റിലത്തെ ആൾ. പിന്നെ എന്തായാലും ഞാൻ അവിടേക്ക് ഒന്ന് ചുറ്റി കാണിച്ച് എല്ലായിടവും ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അങ്ങനെ വീഡിയോ എടുത്തു. കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു ഷോപ്പാണ്. കാരണം ഒരു പെറ്റ്സിനെ വളർത്തുന്നതൊക്കെ എന്തായാലും വന്നു കഴിഞ്ഞാൽ എല്ലാ ആവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം അവിടെ തന്നെ ഉണ്ട്. വേറെ എങ്ങും പോയി നടക്കേണ്ട ആവശ്യമില്ല. ഒന്നും കിട്ടാതെയും വരത്തില്ല. അത് ഏറ്റവും നല്ലൊരു കാര്യമല്ലേ? നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സാധനം നോക്കി പോയിട്ട് അത് കിട്ടാതിരിക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടല്ലേ? അടുത്ത കടയിൽ പോകേണ്ടി വരും. ഇതങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല. എന്തായാലും ഞാൻ നേരെ ജാക്കിയുടെ അടുത്തോട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം അവൻ ഇച്ചിരി ബഹളമുള്ള ടൈപ്പാണ്. പക്ഷെ എന്തായാലും കുഴപ്പമില്ല. ഒരു സമാധാനത്തിൽ നിൽക്കുന്നുണ്ട് ആള്. ഇടയ്ക്കിടയ്ക്ക് വെള്ളം വീഴുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതേ ഉള്ളൂ, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. എന്തായാലും ഇനി അവൻ്റെ കുളിസീനാണ് കുറച്ച്. അത് കൺട്രോൾ ഉണ്ടായിരുന്നു.
കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടാണ് ഇവിടെ വെച്ചാണ് ഡ്രൈ ഒക്കെ ചെയ്തത്. ഞാനൊന്ന് റൂമൊക്കെ എല്ലാം കുറച്ചൊക്കെ ക്ലീനാക്കി എടുക്കണം. അതൊക്കെ ഇവിടെ വെച്ചാൽ പിന്നെ നെയിൽ കട്ടിങ് കൂടെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം അവിടെ വെച്ചാൽ നേരത്തെ ഒരു ഡോഗിനെ കൊണ്ടുവന്നതുകൊണ്ട് അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ആക്കുമായിരുന്നു. ക്ലീനാക്കിയിട്ട് നേരെ അവനെ അവിടെ കൊണ്ടുവന്ന് ചെവിയിൽ കാറ്റൊന്നും അടിക്കാതിരിക്കാൻ വേണ്ടി തുണി ഇടുന്നുണ്ടായിരുന്നു. നോക്കിയപ്പോൾ ഒരു വൃത്തിയായില്ലേ, കുറേയൊക്കെ ഒന്ന് സുന്ദരനായില്ലേ. കുറച്ച് 16 വയസ്സുണ്ടെന്ന് കണ്ടാൽ പറയുമോ? 16 വയസ്സുണ്ട്. ഒരു മനുഷ്യരുടെ ഒരു ഏകദേശം ഒരു 100, 90, 95 ആ ഒരു ഏജ് എന്നാണ് പറഞ്ഞത്. അവർ പറഞ്ഞത് എനിക്കതിനെക്കുറിച്ച് വലിയ അറിയില്ല. എന്തായാലും 16 വയസ്സുണ്ട്. എല്ലാം കഴിഞ്ഞ് കുളിസിനെല്ലാം കഴിഞ്ഞ് ഇനി നഖം വെട്ടാനിരിക്കുകയാണ്. അവരിങ്ങനെ പേടിച്ചിരുന്നു, ഞാനും പേടിച്ചിരുന്നു. കാരണം നഖം വെട്ടുമ്പോൾ ഇനി കിടന്ന് ഭയങ്കര വെള്ളമായിരിക്കും. പക്ഷെ എന്തായാലും ഭാഗ്യത്തിന് വെള്ളമൊന്നും ഇല്ലാതിരുന്നു, സൈലൻ്റ് ആയിട്ടിരുന്നു. ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് നോവുമ്പം ഈ നെയിൽ കട്ടർ വെച്ച് അത് വെച്ച് കട്ട് ചെയ്യുമ്പം ചെറുതായിട്ടൊന്ന് വേദനിക്കും. ആ ടൈമിൽ മാത്രം ഒരു ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഇരുന്ന് കുരയ്ക്കുന്നുണ്ടായിരുന്നു. കുരയ്ക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല, ചെറിയ ഇങ്ങനെ ഒരു മൂളക്കമൊക്കെ ഉണ്ടായിരുന്നു. അതിന് കുഴപ്പമില്ല. എന്തായാലും അടങ്ങി അങ്ങിരുന്നു. എന്തായാലും എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇനി ബെൽറ്റ് വേണമായിരുന്നു. ഞാൻ പിന്നെ അവിടെ നിന്ന് ഒരു പുതിയ ബെൽറ്റ് വാങ്ങിച്ചു. അത് അവർ ഇട്ട് കൊടുക്കുമായിരുന്നു. എല്ലാം കഴിഞ്ഞു, കുളിസീനെല്ലാം കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞ് ഇതാണ് അവൻ്റെ ഒരു ലാസ്റ്റത്തെ ലുക്ക്. ഇനി ഇത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ കൊണ്ടിറക്കിയിട്ടുള്ള ഒരെണ്ണം വീഡിയോ ഞാൻ ഇതിനകത്ത് കാണിക്കാം. വീട്ടിൽ വന്ന് ആദ്യം ഉടനെ തന്നെ പോയി നോക്കിയത് ഫ്രിഡ്ജ് തുറന്നിട്ട് വെള്ളം എന്തെങ്കിലും ഉണ്ടോ നോക്കി. നല്ല ചൂടുണ്ടായിരുന്നു. പിന്നെ അതിന് ഇങ്ങോട്ട് വരാറായപ്പോഴത്തേക്ക് നല്ല മഴ പെയ്യാനും തുടങ്ങി. എന്നിട്ട് എനിക്ക് നല്ല ദാഹം ഉണ്ടായിരുന്നു. എന്തായാലും പോയി വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ച് സിറ്റൗട്ടിൽ വന്നിരുന്നു. ഒരു ചെറിയൊരു തണുത്ത കാറ്റ്. എനിക്കൊന്ന് ഇപ്പം മഴ പെയ്യായിരിക്കും കുറച്ചുകൂടെ. എന്തായാലും പറഞ്ഞ പോലെ തന്നെ മഴയും പെയ്തു. പറഞ്ഞു തീർന്നില്ല, അതിന് മുന്നേ തന്നെ മഴ പെയ്തു. എൻ്റെ മഴയും കണ്ടിരുന്നു, ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു ചോറ് കഴിക്കാൻ പറഞ്ഞു. പിന്നെ ചോറ് കഴിക്കാനായിട്ട് ചെന്ന ചോറും തീയലും ഉണ്ടായിരുന്നു. എനിക്കിങ്ങനെ ചോറും തീയലും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അതിങ്ങനെ കഴിച്ചു. അമ്മ ഇങ്ങനെ വിളമ്പി തന്നു. അത് കഴിഞ്ഞ് നേരെ ചോറ് എടുത്തുകൊണ്ട് നേരെ ഞാൻ ആ സിറ്റൗട്ടിലിരുന്നില്ല, വെള്ളം കുടിക്കാനായിട്ട് പോയിരുന്നു. ഇപ്പോൾ ഒരു നല്ല സുഖം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നേരെ ഞാൻ പിന്നെ അവിടെ തന്നെ പോയിരുന്നു കഴിക്കാൻ. ഡൈനിങ് ടേബിൾ ഉണ്ടെങ്കിൽ അതിൻ്റെ പുറത്തിരിക്കില്ല. എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ ഇങ്ങോട്ട് വന്നു. അച്ഛൻ വന്നിട്ട് ഞാനിങ്ങനെ അച്ഛൻ വരുന്ന വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അച്ഛന് മനസ്സിലായി അകത്തിരുന്ന് എന്തോ ചിരിക്കുന്നുണ്ട്. എന്തായാലും ഇത് നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എനിക്കിനി സമയം പോകും. കാരണം എനിക്ക് കാന്താരയ്ക്ക് പോകണം. കാന്താര മൂവിക്ക് അപ്പോൾ അതിന് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിനി പോകണം. ഞാനിപ്പോൾ പെട്ടെന്ന് റെഡി ആയിട്ട് ഇനി വണ്ടി എടുക്കുന്നത് പോകണം. സിനിമ തുടങ്ങുന്നതിന് 15 മിനിറ്റ് മുന്നെയാണ് ഇറങ്ങുന്നത് തന്നെ വീട്ടിൽ. എന്തായാലും ഒരു അരമണിക്കൂറത്തെ ട്രാവൽ ഉണ്ട്. എന്തായാലും 15 മിനിറ്റ് കൊണ്ട് എത്തി. എന്തായാലും എത്തിയപ്പോഴത്തേക്ക് പാർക്കിങ് ഫുള്ളായി. പുറത്ത് എവിടെയോ കൊണ്ടിട്ടിട്ട് അതിൽ സിനിമ തുടങ്ങുന്നതിന് മുന്നേ പെട്ടെന്ന് നിർത്താൻ പറ്റി.
അങ്ങനെ സിനിമയെല്ലാം കഴിഞ്ഞ് വീട്ടിലോട്ട് പോകാറായപ്പോഴത്തേക്ക് അമ്മ വിളിച്ചിട്ട് പറഞ്ഞു ഫുഡ് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരണം. വീട്ടിലൊന്നും കഴിക്കാനില്ല. അങ്ങനെ ഇനി വീട്ടിലേക്ക് എന്തെങ്കിലും കഴിക്കാനും വാങ്ങിക്കണം, എനിക്കും എന്തെങ്കിലും കഴിക്കണം. ഞാൻ എന്തായാലും നേരത്തെ വിളിച്ച് പറഞ്ഞു അവിടെ സാധനം എടുത്ത് വെക്കണമെന്ന് ഇങ്ങനെ വിളിച്ച് പറഞ്ഞു. എന്തായാലും ഇതെല്ലാം ഒന്ന് കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്ന് കിടന്നാൽ മതി എന്നുള്ളൊരു സിറ്റുവേഷനായിരുന്നു ഞാൻ അന്നേരം. എന്തായാലും എല്ലാം കഴിഞ്ഞ് എന്തായാലും ഞാൻ വീഡിയോ എടുത്തതിലൊക്കെ കുറേയേറെ പാളിച്ചകളുണ്ട്. പക്ഷെ എന്നാലും നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഒരു തുടക്കത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്. എന്തായാലും ഓക്കെ. അപ്പോൾ ടാറ്റ, ബൈ ബൈ, ഗുഡ് നൈറ്റ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.